CSR ഫണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട വൻ സാമ്രാജ്യമാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ബിജു രാധാകൃഷ്ണൻ പടുത്തുയർത്തിയിട്ടുള്ളത്. കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ തലവൻ എന്ന രീതിയിൽ കോളേജുകളിൽ അധ്യാപകനായി വരെ ബിജു പ്രത്യക്ഷപ്പെട്ടു. സോളാർ തട്ടിപ്പിലൂടെ കേരളത്തെ ഞെട്ടിച്ച ബിജു രാധാകൃഷ്ണൻ പുതിയൊരു അവതാരമായാണ് ജനമധ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ബിജു ജോർജ് കല്ലിലിത്തടം എന്ന പേരിൽ സ്വയം പ്രഖ്യാപിത കോർപ്പറേറ്റിന്റെ തലവനായി അധ്യാപകനായി അയാൾ വേഷപ്പകർച്ച നടത്തി. സോളാർ കേസിൽ പണം നഷ്ടപ്പെട്ടവർക്ക് നൽകാൻ ₹1 പോലുമില്ലെന്ന് കോടതിയിൽ പറഞ്ഞ അയാൾ വലിയ സാമ്രാജ്യമാണ് കെട്ടിപ്പടുക്കുന്നത്. മലപ്പുറം ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം പുറത്തുവിട്ടതാണ് ഈ വീഡിയോ. ബിജു ജോർജ് കല്ലുലിത്തടമെന്ന പുതിയ പേര്, പുതിയ രൂപം. സോളാർ കേസിലെ പ്രതിയെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. സോളാർ കേസിലെ പ്രതിയായ ബിജു രാധാകൃഷ്ണനാണ് ക്ലാസ് എടുക്കാൻ എത്തിയതെന്ന് അറിയില്ലെന്നായിരുന്നു സോഷ്യൽ വർക്ക് വിഭാഗം മേധാവിയുടെ വിശദീകരണം. ബിജുവിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥിയാണ് ബിജുവിനെ പരിചയപ്പെടുത്തിയത്. വീണ്ടും ക്ലാസ് എടുക്കാൻ ക്ഷണിക്കാനിരിക്കുകയായിരുന്നുവെന്നും കോളേജ് അധികൃതർ പ്രതികരിച്ചു. ബിജു ജോർജ് പിന്നെന്താ സിഇഒ ആണ് NHF NGO ഹെൽപ്പ് ഫൗണ്ടേഷൻ ഇന്ത്യ. അങ്ങനെയായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ? അതെ ഇങ്ങനെയായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മുടെ ഒരു സ്റ്റുഡന്റ്, വേറെ ഒരു ഡീറ്റെയിൽസ് അറിയില്ല. ഒരു സ്റ്റുഡന്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ആര്യ എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ കുട്ടിയാണ് നമുക്ക് റെഫറൻസ് തന്നത്. അങ്ങനെയാണ് നമ്മൾ ആളെ കോൺടാക്ട് ചെയ്യുന്നത്. പക്ഷെ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വേറെ. ആളുടെ സ്റ്റോറി ഒക്കെ പറഞ്ഞിരുന്നു. ഓർഫനേജിലായിരുന്നു ജീവിച്ചിരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പഴയ സ്റ്റോറി ഒക്കെ പറഞ്ഞു തന്നിരുന്നു. അങ്ങനെയാണ് MSW പഠിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുടെ സ്റ്റോറി ഒക്കെ പറഞ്ഞിരുന്നു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കൊച്ചി നഗരത്തിൽ 4 ഓഫീസുകൾ, ഓരോ ഓഫീസിലും 20ഓളം ജീവനക്കാർ, ആഡംബര കാറുകൾ. ബിജു രാധാകൃഷ്ണന്റെ വളർച്ച ആരെയും അമ്പരപ്പിക്കും. ഇയാളുടെ തട്ടിപ്പ് സാമ്രാജ്യത്തിന് പിന്നിൽ ഒരു വനിതാ അഭിഭാഷകയുണ്ടെന്നത് ഞെട്ടിക്കും. കോളേജ് അധികൃതരുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ NGO ഹെൽപ്പ് എന്ന സ്ഥാപനം എന്താണെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണം എത്തിപ്പെട്ടത് തട്ടിപ്പിന്റെ പുതിയ മേഖലകളിലേക്കാണ്. മെറിഡിയൻ, NGO ഹെൽപ്പ് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിലായി കൊച്ചി നഗരത്തിൽ മാത്രം ബിജു രാധാകൃഷ്ണന് 4 ഓഫീസുകളുണ്ട്. സോളാർ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവർക്ക് മടക്കി നൽകാൻ ₹1 പോലും കൈവശമില്ലെന്ന് കൈമലർത്തിയ ബിജുവിന് സഞ്ചരിക്കാൻ ആഡംബര കാറുകൾ. പൂർണ്ണസജ്ജമായ ഓരോ ഓഫീസുകളിലും 20ഓളം ജീവനക്കാർ. സ്ഥാപനത്തിന് വൻ നഗരങ്ങളായ ചെന്നൈയിലും ബംഗളൂരുവിലും ഓഫീസുകൾ. ഹൈദരാബാദ് ഓഫീസിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. NGO മേഖലയിലെ സന്നദ്ധ സംഘടനകൾക്ക് വമ്പൻ കോർപ്പറേറ്റുകളിൽ നിന്നും സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ടെന്ന CSR തരപ്പെടുത്തി നൽകുന്നതാണ് തങ്ങളുടെ സേവനമെന്ന് NGO ഹെൽപ്പിന്റെ വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു. രാജ്യത്തെ വൻ നഗരങ്ങളിൽ അടക്കം അറിയപ്പെടുന്ന സന്നദ്ധ സംഘടനകൾ സ്വന്തം നിലയ്ക്ക് നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ തങ്ങളുടെ ഇടനിലയിലാണെന്ന് ബിജു രാധാകൃഷ്ണന്റെ സ്ഥാപനം അവകാശപ്പെടുന്നു. മറ്റേ സുമംഗലി സേവാശ്രമം എന്ന് പറഞ്ഞിട്ട് വളരെ 1975 സ്ഥാപിതമായ NGO ആണ്. അവർക്ക് സ്കൂളും കോളേജും മെഡിക്കൽ സെന്ററും എല്ലാം ഉണ്ട്. അത് ഞങ്ങളുടെ അണ്ടറില്ല. കുറെ കാലം കൊണ്ട് ഞങ്ങളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. കർണാടകയിലെ ഏറ്റവും വലിയ NGOസിൽ ഒന്നാണ് സുമംഗലി സേവാശ്രമം. അമ്മ തന്നെ മാതാജി എന്ന് ഒരു മാതാജി, KG സുശീലാമ്മ എന്ന് പറഞ്ഞ മാതാജിയാണ് അതിന്റെ ട്രസ്റ്റി. ഭാര്യയെ കൊന്ന കേസിൽ ജയിലിൽ കഴിഞ്ഞ ബിജുവിനെ കേസ് വാദിച്ചു പുറത്തിറക്കിയ വനിതാ അഭിഭാഷകയ്ക്കൊപ്പമാണ് ബിജുവിന്റെ പുതിയ സാമ്രാജ്യം. അഭിഭാഷകയുടെ പേരിൽ വാങ്ങിയ കാറിലാണ് ബിജുവിന്റെ യാത്ര. സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ പണം നഷ്ടമായ പലരെയും അഭിഭാഷക ഫോണിൽ ബന്ധപ്പെട്ടിട്ടുമുണ്ട്. നാട്ടുകാരെ കബളിപ്പിച്ച് കോടികൾ തട്ടിയ ക്രിമിനൽ കേസ് പ്രതി നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് എങ്ങനെയാണ് വീണ്ടും തട്ടിപ്പ് സാമ്രാജ്യം സ്ഥാപിച്ചത് എന്നതാണ് ചോദ്യമായി അവശേഷിക്കുന്നത്. അധികൃതർ ഉത്തരം നൽകണം. തട്ടിപ്പുകാരൻ തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യണം. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, News 18.
യെസ്, അതാണ്. അതായത് ഈ തട്ടിപ്പുകാരനെ ഇത്രയും നാൾ ആർക്കും തിരിച്ചറിയാൻ സാധിക്കാതെ പോയി എന്നതാണ്. ഇതിനോടകം തന്നെ പലരും ഈ ചതിക്കുഴിയിൽ വീണിട്ടുണ്ടാകാം. എങ്ങനെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നതിൽ നിന്ന് തന്നെ നേരത്തെ അനീഷ് നൽകിയ റിപ്പോർട്ടിൽ തന്നെ കോടികളുടെ കണക്കുകളാണ് അനീഷ് പറയുന്നത്. അത് 1-2 കോടികളുടെ അല്ല. മെഡിക്കൽ കോളേജ് തുടങ്ങണമെങ്കിൽ ഒരു ബെഡിന് 3 കോടി വെച്ച് 500 ബെഡുകളുള്ള ആശുപത്രി 1500 കോടി, 3000 കോടി, ഇങ്ങനെയൊക്കെയാണ് കണക്കുകൾ. വളരെ ലളിതമായി നമ്മൾ ചില്ലറത്തുട്ടുകളെ കുറിച്ച് പറയുന്നത് പോലെയാണ് കോടികളുടെ കണക്കൊക്കെ വിവരിക്കുന്നത്. ഇത്തരത്തിൽ കോടികളുടെ തട്ടിപ്പ് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ആഡംബര ഓഫീസുകൾ സജ്ജീകരിക്കുന്നു, ആഡംബര വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, ഓരോ ഓഫീസിലും നിരവധിയായ ജീവനക്കാരെ അടക്കം വയ്ക്കുന്നു. കൊച്ചിയിൽ മാത്രമല്ല മറ്റു നഗരങ്ങളിലടക്കം ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതിനോടകം തന്നെ വളരെ വിപുലമായ ഒരു തട്ടിപ്പ് ശൃംഖല രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് വേണമല്ലോ പ്രതീക്ഷിക്കാൻ. തീർച്ചയായും അഭിലാഷേ, നമുക്കറിയാം സോളാർ കേസ് നടക്കുന്ന സമയത്ത് ഈ സോളാർ തട്ടിപ്പിൽ ഇരയായ ആളുകൾക്ക് കൊടുക്കാൻ 5 പൈസ കയ്യിലില്ല എന്ന് കോടതികളിൽ കൈമലർത്തിയ ആളാണ് ബിജു രാധാകൃഷ്ണൻ. ഒരുപക്ഷെ അത്തരത്തിൽ പണം നൽകിയിരുന്നുവെങ്കിൽ കോന്നിയിലെ ആളുകൾക്കോ അല്ലെങ്കിൽ പെരുമ്പാവൂരിലെ ആളുകൾക്കൊക്കെ ഇത്തരം ആളുകൾക്ക് പണം നൽകിയിരുന്നെങ്കിൽ 5ഉം 10ഉം അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഒരുപക്ഷെ അന്ന് നൽകിയിരുന്നെങ്കിൽ ഈ സോളാർ കേസ് പോലും ഉണ്ടാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാമ്പത്തിക തട്ടിപ്പാണ് അതിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു കേട്ടത്. അധികാര ദുർവിനിയോഗം അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ മറ്റ് രാഷ്ട്രീയ വശങ്ങളാണ്. മറുവശത്ത് ഈ പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ഏജൻസി നൽകാമെന്ന് പറഞ്ഞ ആളുകൾക്ക് അവർക്ക് നഷ്ടമായ പണം തിരിച്ചു നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തട്ടിപ്പ് ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായില്ലായിരുന്നു. അങ്ങനെ കയ്യിലൊരു പൈസ ഇല്ലാത്ത, നയാ പൈസ ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങിയ, ജയിലിൽ നിന്നും കൈകൾ വീശി പുറത്തേക്ക് ഇറങ്ങിയ ബിജു രാധാകൃഷ്ണനാണ് നൊടിയുടെ കൊണ്ട് ഇത്രമേൽ വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്. നമുക്കറിയാം കൊച്ചി നഗരത്തിൽ മാത്രം 4 ഓഫീസുകൾ പ്രവർത്തിക്കണമെങ്കിൽ എത്ര രൂപ ചെലവ് വരും, എത്ര രൂപ അതിന് വാടക നൽകും. കോർപ്പറേറ്റ് സംവിധാനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മൾ അയാളുടെ ഓഫീസുകളുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തുകയും പുറത്തുവിടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇത്രമേൽ വിപുലമായ ഒരു ഓഫീസ് സൃഷ്ടിക്കണമെങ്കിൽ അയാൾ തന്നെ പറയുന്നു അയാളുടെ ഓഫീസിൽ 20-ലധികം ജീവനക്കാരാണ് പണിയെടുക്കുന്നത്. നമ്മൾ എത്തുമ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞു പല വിഭാഗങ്ങളിലായി ജീവനക്കാർ. ഈ CSR ഫണ്ടിനായി തേടിയെത്തുന്ന സന്നദ്ധ സംഘടനകളെ സംസാരിക്കാൻ ആളുകൾ, അവർക്ക് കുറച്ചുകൂടി ഉപദേശം നൽകാൻ ആളുകൾ, ഓഫീസിലെ ജീവനക്കാർ, പ്രോജക്റ്റ് തയ്യാറാക്കി നൽകാൻ ആളുകൾ, അങ്ങനെ നിരവധി പേരാണ് പ്രവർത്തിക്കുന്നത്. തമിഴ്നാട്ടിലും ബംഗളൂരുവിലുമൊക്കെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. ഹൈദരാബാദ് ഓഫീസ് വൈകാതെ പ്രവർത്തനം ആരംഭിക്കുമെന്നും പറയുകയും ചെയ്യുന്നു. ഈ മുത്തശ്ശി കഥകളിലൊക്കെ പണം ഒഴുകി വരുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെയൊക്കെ എവിടെ നിന്നാണ് ബിജു രാധാകൃഷ്ണൻ ഇത്രമേൽ പണം കൈവശമുള്ളത് എന്ന ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രസക്തമാക്കുന്നത്. ഒന്നുകിൽ സോളാർ കാലത്ത് സംഭരിച്ചു വെച്ചിരുന്ന പണം, എവിടെയൊക്കെയോ ആഴ്ന്നിറങ്ങിയ ഇടങ്ങളിൽ സൂക്ഷിച്ചിരുന്ന പണം ഇപ്പോൾ വീണ്ടും പുറത്തേക്കെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ഉറവിടങ്ങൾ, പണം മുക്കാൻ സഹായിച്ച ഉറവിടങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ പുതിയ തട്ടിപ്പിൽ, വാക്ചാതുര്യതയിൽ ആളുകളെ വീഴ്ത്താൻ കഴിയുന്ന ബിജു പുതിയ ഇരകളിൽ നിന്നും ഇത്രയും പണം സമാഹരിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ തട്ടിപ്പിന് വിധേയരായ പല ആളുകളെയും നമ്മൾ സമീപിക്കുമ്പോഴും പണം നഷ്ടമായ വിവരം അവർ സ്ഥിരീകരിക്കുന്നെങ്കിൽ പോലും പുറത്തേക്ക് പറയുന്നതിനുള്ള ഒരു മടി പലർക്കുമുണ്ട്. കാരണം ഈ സന്നദ്ധ സംഘടനാ രംഗത്ത് നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതന്മാരായുള്ള ആളുകളൊക്കെയാണ്. അവർ ഇത്തരത്തിലൊരു തട്ടിപ്പിന് വിധേയരായി എന്ന് പുറം ലോകം അറിഞ്ഞാൽ അവരുടെ സംഘടനയ്ക്ക് കിട്ടുന്ന ധനസഹായങ്ങളടക്കം നിലയ്ക്കും. സഭയിൽ നിന്ന് വലിയ മറുപടി പറയേണ്ട, അല്ലെങ്കിൽ വിമർശനത്തിൻ്റെ ഒരു കൂരമ്പുകൾക്ക് മുകളിലേക്ക് ഇത്തരം ആളുകൾ വീഴുന്ന സാഹചര്യം, അല്ലെങ്കിൽ 1 കോടിയും 1.5 കോടിയും ഒക്കെ കൊടുക്കുന്ന ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം പോലുള്ള കാര്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയുള്ള അന്വേഷണങ്ങൾ എന്നിവയൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് പലരും തങ്ങൾ തട്ടിപ്പിനിരയായി എന്ന വിവരം പുറത്തേക്ക് പറയാൻ മടിക്കുന്നത്. നമ്മൾ തന്നെ നടത്തിയ അന്വേഷണത്തിൽ ഏതാണ്ട് 1000-നടുത്ത് ആളുകളെ ഇത്തരത്തിൽ തട്ടിപ്പിന് വിധേയമാക്കിയിട്ടുണ്ട്. അത് ചിലപ്പോൾ 2 ലക്ഷമാവാം, 5 ലക്ഷമാവാം, 10 ലക്ഷമാവാം, അങ്ങനെ 1 കോടിക്കടുത്ത് തുക വരെ ബിജു രാധാകൃഷ്ണൻ നൽകിയ ആളുകളുണ്ട്. ചിലപ്പോൾ ഈ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിനെന്നുള്ള രീതിയിൽ 2 ലക്ഷം രൂപ വാങ്ങിക്കുന്നു. പിന്നീടാണ് ഈ 100 കോടി അല്ലെങ്കിൽ 500 കോടി നിങ്ങളുടെ സന്നദ്ധ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വരും. അതുകൊണ്ട് അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ, പലപ്പോഴും 1%, 5% ഒക്കെ കമ്മീഷൻ തങ്ങൾക്ക് വേണം. ആ പണം മുൻകൂറായി നൽകിയാൽ മാത്രമേ, അതും കറൻസി നോട്ടായി നൽകിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഇടപാടുകൾക്ക്
മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പറയുന്നു. പലപ്പോഴും വലിയ തുകയുടെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തങ്ങളുടെ സന്നദ്ധ സംഘടനയ്ക്ക് ഇത്രയും വലിയൊരു തുക വരാൻ സാധ്യത തെളിയുന്നു എന്ന് കേൾക്കുമ്പോൾ പലയിടത്തുനിന്നുമാവാം അവർ പണം സമാഹരിച്ച് ഇയാൾക്ക് നൽകുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറ്റത്തവണയായല്ല പണം പലരിൽ നിന്നും വാങ്ങിയിരിക്കുന്നത്. പല പല ഘട്ടങ്ങളായാണ്. ചിലപ്പോൾ 2 ലക്ഷം വെച്ചാവാം, 3 ലക്ഷം വെച്ചാവാം. അങ്ങനെ പല പല ഘട്ടങ്ങളിലായാണ് ഈ പണം വാങ്ങിയെടുക്കുന്നത്. അതുകൊണ്ട് ഒറ്റയടിക്ക് പണം വാങ്ങുന്നുവെന്ന രീതിയിൽ അല്ലെങ്കിൽ അത്ര വലിയ കറൻസി നോട്ടുകൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഈ തട്ടിപ്പിലൂടെ ലഭിച്ചിരിക്കുന്ന പണം വലിയ തോതിൽ തന്നെ ബിജു ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് അയാളുടെ ആഡംബരങ്ങളിൽ നിന്നും അയാളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.